പ്രവർത്തന തട്ടകമായി എറണാകുളം ജില്ലയായിരുന്നു തുടങ്ങിയതെങ്കിലും 1980-ലെ പൊതു തെരഞ്ഞെടുപ്പിൽ ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും മത്സരിക്കാനാണ് CPIM MM ലോറൻസിനോട് ആവശ്യപ്പെട്ടത്. 7033 വോട്ടുകൾക്ക് വിജയിച്ചു കയറിയ അദ്ദേഹം ഇടുക്കിയെ പ്രതിനിധീകരിച്ച ആദ്യ ഇടതുപക്ഷ പാർലമെന്റ് അംഗമാണ്. 1977-ൽ ഇടുക്കി പാർലമെന്റ് മണ്ഡലം രൂപീകരിച്ചതിന് ശേഷമുള്ള രണ്ടാമത്തെ ഇടുക്കി MP-യും. ഇന്ത്യൻ രാഷ്ട്രീയവും കേരള രാഷ്ട്രീയവും കലങ്ങിമറിയുന്ന കാലത്താണ് ഇടുക്കി എന്ന മലയോര മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് MM ലോറൻസ് ഇന്ത്യൻ പാർലമെന്റിൽ എത്തുന്നത്. അടിയന്തരാവസ്ഥ കാലത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിനു ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വതന്ത്ര ഇന്ത്യയിൽ പ്രതിപക്ഷത്തിരുന്ന് മത്സരിച്ച ആദ്യ തെരഞ്ഞെടുപ്പ്. കടുത്ത പോരാട്ടത്തിൽ 7033 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടെ ഇടുക്കിയുടെ MP-ആയി തിരഞ്ഞെടുക്കപ്പെട്ടതോടുകൂടി ഇടുക്കിയിലെ അവകാശ സമരങ്ങളിലെ നിറസാന്നിധ്യമായി മാറി MM ലോറൻസ്. ഇടുക്കിയുടെ മണ്ണിൽ കർഷകരെയും തൊഴിലാളികളെയും കാലുറപ്പിച്ചു നിർത്താൻ CPIM-ഉം CIT-യും നിരന്തരം പോരാട്ടം നടത്തിയിരുന്ന കാലം. ഭരണകൂടത്തോടും അതിൻ്റെ മർദ്ദക ഉപകരണമായ പോലീസിനോടും മുതലാളിമാരോടും അവരുടെ ഗുണ്ടകളോടും നിരന്തരം പോരാട്ടം നയിച്ചിരുന്ന മലയോര ജില്ലയിലെ സഖാക്കൾക്ക് ആവേശമായി സഖാവ് MM ലോറൻസ് നിലകൊണ്ടു. 1982-കളിൽ ഇടുക്കി ജില്ലയിലെ തൊഴിലാളി പ്രസ്ഥാനത്തെയും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെയും തകർക്കുന്നതിനു വേണ്ടി കരുണാകര ഗവൺമെൻറ്റും ഗുണ്ടകളും ചേർന്ന് നടത്തിയ അതിഭീകരമായ അടിച്ചമർത്തലിനെതിരായി ജനങ്ങൾക്കും പാർട്ടി പ്രവർത്തകന്മാർക്കും തൊഴിലാളികൾക്കും നല്ല ആത്മവിശ്വാസം പകർന്നുകൊണ്ട് എല്ലാ ദിവസമെന്നോണം ഇടുക്കി ജില്ലയിൽ സഖാവുണ്ടായിരുന്നു. ഇടുക്കിയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന സ്വാധീനം തിരിച്ചുപിടിക്കാൻ കോൺഗ്രസും മലയോര ജില്ലയിൽ സ്വാധീനമുറപ്പിക്കാൻ സംഘപരിവാറും നടത്തിയ ആക്രമണങ്ങളിൽ തൻ്റെ സഖാക്കളുടെ രക്തം വീണപ്പോഴൊക്കെ സ്വാന്തനമായി അദ്ദേഹം ഓടിയെത്തി. തങ്കപ്പനെ 7 കഷ്ണമായി വെട്ടിമുറിച്ച ദാരുണമായ കൊലപാതകം നടന്നപ്പോൾ ആ സംഭവത്തിൽ പ്രതിഷേധിക്കാൻ നാട്ടിലെ ജനങ്ങൾക്ക് ആത്മവിശ്വാസം പകർന്നുകൊണ്ട് സഖാവ് സജീവമായി ഉണ്ടായിരുന്നു. മലയോര ജനതയുടെ പ്രശ്നങ്ങൾ പാർലമെന്റിനകത്തും പുറത്തും ശക്തമായി ഉയർത്തിയ ജനനേതാവാണ് കാലം തന്നിലർപ്പിച്ച ദൗത്യം കൃത്യമായി നിർവഹിച്ച് കടന്നു പോകുന്നത്. കൈരളി ന്യൂസ്, ഇടുക്കി.